നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സ്ത്രീജന്മം ഭാഗ്യജന്മമാണ്. അമ്മമാർ ദൈവത്തിന് തുല്യമായിട്ടാണ് നമ്മുടെ ഭാരതീയർ പരിഗണിക്കുന്നത്. അമ്മ എന്നാൽ സ്വാർത്ഥതയില്ലാത്തവൾ എന്നാണ് അർത്ഥം. കുടുംബം, ഭർത്താവ്, ബന്ധുക്കൾ എന്നിങ്ങനെ മറ്റുള്ളവർക്കായി അധ്വാനിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന അമ്മമാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നത്. അമ്മമാരായിട്ടുള്ള അല്ലെങ്കിൽ അമ്മമാരാകാൻ പോകുന്ന എല്ലാ സ്ത്രീകൾക്കും വേണ്ടി നമുക്ക് ഈ വീഡിയോ സമർപ്പിക്കാം. ഓരോ സ്ത്രീകളുടെയും നക്ഷത്രപ്രകാരം അവരുടെ ജീവിതകാലത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്, അവരുടെ സ്വഭാവ സവിശേഷതകൾ, അവരുടെ ജീവിതത്തിലുള്ള പോരായ്മകളെയൊക്കെ മാറ്റിയെടുക്കാനുള്ള നിർദ്ദേശങ്ങൾ, അതിനുവേണ്ട പരിഹാരങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ചാൽ ജീവിതകാലത്തിൽ ഉയർച്ചയും സന്തോഷവും സമാധാനവും ഒക്കെ ലഭിച്ചുകൊണ്ട് ജീവിതത്തെ സന്തുഷ്ടവും ഭദ്രപ്രദവും ആക്കുവാനുള്ള മാർഗങ്ങളാണ് വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. നമുക്ക് അശ്വതി മുതൽ രേവതി വരെയുള്ള എല്ലാ നക്ഷത്രക്കാരുടെയും ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യാം. എല്ലാ സ്ത്രീകൾക്കും ഇതൊരു നല്ല അറിവായിരിക്കും. സ്ത്രീകളെ സ്നേഹിക്കുന്ന എല്ലാ പുരുഷന്മാർക്കും ഇതൊരു നല്ല അറിവായിരിക്കും. ഇപ്പോൾ നമുക്ക് പുണർന്ന നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ സവിശേഷ ഗുണങ്ങളെ സ്വഭാവ സവിശേഷതകളെ പറഞ്ഞു പോകാം. ഇവർ ബുദ്ധിശാലികളും വിശാല മനസ്കരും സൗമ്യത ഉള്ളവരുമായിരിക്കും. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ ആലോചിച്ച് അഭിപ്രായം രൂപീകരിച്ച ശേഷമേ പ്രവർത്തനം തുടങ്ങുകയുള്ളൂ. ഓരോ കാര്യത്തിന്റെയും നന്മതിന്മകളെ തിരിച്ചറിയാൻ കഴിവുള്ള ഇവർ അന്യരുടെ കാര്യങ്ങളിൽ ഒട്ടും ഇടപെടാറില്ല. ധാർമ്മികമായും മതപരമായുമുള്ള കാര്യങ്ങളിൽ താല്പര്യം കാണിക്കുന്നതാണ്. ബാല്യകാലത്തിൽ ക്ലേശം അനുഭവിക്കുമെങ്കിലും ഭാവിയിൽ ഇവർ ഉന്നതിയിൽ എത്തുന്നതുമാണ്. അധ്യാപക വൃത്തിയിൽ ഇവർ ശോഭിക്കാറുണ്ട്. കർക്കിടകക്കൂറുകാരും മിഥുനക്കൂറുകാരും വ്യത്യസ്ത സ്വഭാവത്തിനുടമകളായിരിക്കും. കർക്കിടകത്തിൽ ജനിച്ചവർ സരള സ്വഭാവക്കാരായിട്ട് കണ്ടുവരാറുണ്ട്. മാതൃ സ്വഭാവവും കൽപ്പനാ സ്വഭാവവും ഇവരിൽ മുന്നിട്ട് നിൽക്കും. സൗന്ദര്യപ്രിയരും സൗന്ദര്യ ആരാധകരുമാണ് പുണർന്ന നക്ഷത്രക്കാർ. ജലസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും കലകളിലും താല്പര്യം കാണിക്കും. ഔഷധ ശാസ്ത്രത്തിലും ഇവർ താല്പര്യം കാണിക്കുന്നതാണ്. പാലും പാലുൽപ്പന്നങ്ങളുമായി ബന്ധമുള്ള തൊഴിലിലും ഇവർ ഏർപ്പെടാറുണ്ട്. യാത്രയിൽ വളരെ താല്പര്യം കാണിക്കുന്നവരാണ് ഇവർ. ഇവരുടെ ക്ലേശം സഹിക്കാനുള്ള കഴിവ് വളരെ കുറവാണ് എന്ന് തന്നെ പറയാം. സ്വന്തം വീട് വിട്ടു നിൽക്കാൻ ഇവർക്ക് ഒട്ടും ആഗ്രഹമില്ല. ആകർഷകമായ ശരീരവും സത്യസന്ധമായിട്ടുള്ള പ്രവൃത്തിയും വശ്യമായിട്ടുള്ള സംഭാഷണവും മറ്റുള്ളവരുടെ ഇംഗിതം അറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള കഴിവും ഇവരെ മറ്റുള്ളവർക്ക് പ്രിയങ്കരമാക്കി തീർക്കുന്നു. ഇവർ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ബുദ്ധിപൂർവ്വം ഗ്രഹിച്ച് എല്ലാ വശവും ചിന്തിച്ച് പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നവരാണ്. ഒരു കാര്യത്തിലും എടുത്തുചാട്ടം കാണിക്കുകയുമില്ല. വാക്ശക്തിയും ചിന്താശക്തിയുമുള്ള ഇവരെ വാഗ്വാദത്തിൽ എതിർത്ത് തോൽപ്പിക്കുക ബുദ്ധിമുട്ടാണ്. ഇവർ ധനപരമായിട്ട് ഇടത്തരക്കാരായിരിക്കും എന്നും പറയണം. പുത്രാനുകൂല്യവും ഇവർക്ക് കുറവായി കണ്ടിട്ടുണ്ട്. പല വിഷയങ്ങളിലും ഇവർ അറിവ് നേടുമെങ്കിലും ഒന്നിലും പൂർണ്ണത നേടാൻ ഇവർക്കാകില്ല. ആരോടും സ്ഥായിയായിട്ടുള്ള സ്നേഹം കാണിക്കാറില്ല. പക്ഷെ ആരെയും പിണക്കുകയുമില്ല. മാതാവിനോട് വളരെ മമത കാണിക്കുന്നവരാണ് ഇവർ. വിവാഹ ജീവിതത്തിൽ പൂർണ്ണത അനുഭവപ്പെടാറില്ല. ആധാരമെഴുത്ത്, ഓഡിറ്റ്, ലേഖകൻ, അധ്യാപനം, നിയമം എന്നിവയിൽ ഇവർ ശോഭിക്കാറുണ്ട്. പുണർന്ന നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പുണ്യകാര്യങ്ങളിൽ തൽപരരും അഹന്തയില്ലാത്തവരും നല്ല സ്വഭാവവും ഗാർഹിക കാര്യങ്ങളിൽ തൽപരരും ഭർത്തൃ സാമീപ്യത്തോടു കൂടിയവരുമായിരിക്കും. ആരോഗ്യം ഇവർക്ക് പൊതുവെ മെച്ചമായിരിക്കും. പക്ഷെ ആരോഗ്യത്തെപ്പറ്റി ആകുലപ്പെടുന്ന സ്വഭാവവും ഉണ്ടാകും. ദിനചര്യകൾ പാലിക്കാനും ഔഷധങ്ങൾ യഥാസമയം കഴിക്കാനും പഥ്യം ആചരിക്കാനും ഇവർ പ്രത്യേകം ശ്രദ്ധിക്കും. ബാല്യകാലം മെച്ചമായ ആരോഗ്യവും കുടുംബസുഖവും ഉണ്ടാകും. 50 വയസ്സിന് ശേഷം ഇവർക്ക് സന്തുഷ്ടകരമായിട്ടുള്ള ജീവിതം ലഭിക്കുന്നതുമാണ്. പുണർന്ന നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ ചില പ്രത്യേക ഗുണഗണങ്ങളെ നമുക്ക് സ്വഭാവ സവിശേഷതകളെ പറഞ്ഞു പോകാം. പുണർന്ന നക്ഷത്രത്തിലെ സ്ത്രീകൾ അവരുടെ മൂർച്ചയുള്ള ബുദ്ധിശക്തി, പൊരുത്തപ്പെടൽ, വൈദഗ്ധ്യം എന്നിവയാൽ പ്രശസ്തരാണ്. അവർക്ക് പുതിയ ആശയങ്ങൾ എളുപ്പത്തിൽ ഗ്രഹിക്കാനും വിവിധ മേഖലകളിൽ മികവ് പുലർത്താനും കഴിയും. പുണർന്ന നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾ മികച്ച ആശയവിനിമയ കഴിവുള്ളവരാണ്. അവരുടെ ചിന്തകളും ആശയങ്ങളും ഫലപ്രദമായി പ്രകടിപ്പിക്കാൻ കഴിയുന്നതാണ്. ഇവർക്ക് പലപ്പോഴും ആകർഷകവും ബോധ്യപ്പെടുത്തുന്നതുമായ സംസാര രീതിയുമുണ്ട്. പുണർന്ന നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് സ്വാഭാവിക ജിജ്ഞാസയും അറിവിനായുള്ള ദാഹവുമുണ്ട്. പുതിയ കാര്യങ്ങൾ പഠിക്കാനും പര്യവേഷണം ചെയ്യാനും ഇവർ ഇഷ്ടപ്പെടുന്നു. അത് അവരെ ഇടപഴകാനും പ്രചോദിപ്പിക്കാനും സഹായിക്കുന്നു. അവർ ഇവരുടെ സൗഹൃദപരവും തുറന്നു കാണിക്കുന്നതുമായ സ്വഭാവത്തിന് പേരുകേട്ടവരാണ്. അതവരെ സമപ്രായക്കാർക്കിടയിൽ ജനപ്രിയരാക്കുന്നു. മറ്റുള്ളവരുമായി സാമൂഹ്യമായി ഇടപഴകാനും ബന്ധം സ്ഥാപിക്കാനും ഇവർ ശ്രമിക്കും. പുണർന്ന നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ വേഗത്തിൽ ചിന്തിക്കുന്നവരും പ്രശ്നങ്ങൾക്ക് സൃഷ്ടിപരമായിട്ടുള്ള പരിഹാരങ്ങൾ കണ്ടെത്താൻ കഴിയുന്നവരുമാണ്.
ഇവർ സാമർഥ്യമുള്ളവരും മാറുന്ന സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ കഴിയുന്നവരുമാണ്. പുണർന്ന നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളുടെ ചില മാറ്റേണ്ടതായിട്ടുള്ള നെഗറ്റീവ് സ്വഭാവങ്ങളെ കൂടി പരിശോധിക്കാം. പുണർന്ന നക്ഷത്രത്തിലെ സ്ത്രീകൾ അസ്വസ്ഥതയും എളുപ്പത്തിൽ ശ്രദ്ധ തിരിക്കുന്ന പ്രവണതയും അനുഭവപ്പെടാം. ഒരു ജോലിയിൽ കൂടുതൽ നേരം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇവർക്ക് വെല്ലുവിളിയായി തോന്നിയേക്കാം. അവരുടെ കളിയായ സ്വഭാവം ആകർഷകമാകുമെങ്കിലും അത് നിയന്ത്രണാതീതമായി സൂക്ഷിച്ചില്ലെങ്കിൽ കുഴപ്പങ്ങൾക്കും പ്രശ്നങ്ങൾക്കും കാരണമാകും. പുണർന്ന നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾ അമിതമായി ചിന്തിക്കാനും വിഷമിക്കാനും സാധ്യതയുണ്ട്. അത് ഫലപ്രദമായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഉത്കണ്ഠയ്ക്കും സമ്മർദ്ദത്തിനും കാരണമാകും. പുണർന്ന നക്ഷത്രത്തിലെ സ്ത്രീകൾ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചേക്കാം. പ്രത്യേകിച്ചും അവർ ഒന്നിലധികം വഴികൾ തെരഞ്ഞെടുക്കപ്പെടേണ്ടി വരുമ്പോൾ. ഇവരുടെ തൊഴിലും ജീവിതപാതയിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളെ ഒന്ന് പറഞ്ഞു പോകാം. ഇവരുടെ മികച്ച ആശയവിനിമയ ശേഷിയും വൈദഗ്ധ്യവും അവരെ മാധ്യമം, പത്രപ്രവർത്തനം അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻസ് എന്നീ മേഖലയിലെ തൊഴിലുകൾക്ക് അനുയോജ്യരാക്കുന്നു. അറിവ് പങ്കിടുന്നതും മറ്റുള്ളവരെ നയിക്കുന്നതും അധ്യാപനം അല്ലെങ്കിൽ മാർഗനിർദ്ദേശം പോലെയുള്ളവയിൽ അവർക്ക് സംതൃപ്തി കണ്ടെത്താൻ കഴിയുന്നതാണ്. പുണർന്ന നക്ഷത്രത്തിലെ സ്ത്രീകളുടെ വിഭവ സമൃദ്ധിയും വേഗത്തിലുള്ള ചിന്തയും സംരംഭങ്ങളിലോ ബിസിനസ്സുകളിലോ ഒക്കെ മേഖലകളിൽ അവരെ നന്നായി തുണയ്ക്കുന്നതാണ്. അവരുടെ പൊരുത്തപ്പെടലും ജിജ്ഞാസയും അവരെ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട മേഖലകളിലോ നൂതന പദ്ധതികളിലോ ഒക്കെ മികവ് പുലർത്താൻ സഹായിച്ചേക്കാം. പുണർന്ന നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ചില ബന്ധങ്ങൾ ഒന്ന് നോക്കാം. ബന്ധങ്ങളിൽ പുണർന്ന നക്ഷത്രത്തിലെ സ്ത്രീകൾ വിലമതിക്കുന്നുണ്ട്. ഉത്തേജക സംഭാഷണങ്ങളിൽ ഏർപ്പെടാനും പഠനത്തോടുള്ള സ്നേഹം പങ്കിടാനും കഴിയുന്ന പങ്കാളികളെ അവർ അന്വേഷിക്കും. ഇവർ അവരുടെ ബന്ധങ്ങളിൽ സൗഹൃദത്തിനും സഹവർത്തിത്വത്തിനും പ്രാധാന്യം നൽകുന്നു. പങ്കാളികളുമായിട്ടുള്ള പ്രവർത്തനങ്ങളും അനുഭവങ്ങളും ആസ്വദിക്കുകയും ചെയ്യും. പുണർന്ന നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ അവരുടെ സ്വാതന്ത്ര്യത്തെ വിലമതിക്കുന്നു. അവരുടെ താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും പിന്തുടരാൻ അവർക്ക് ഇടങ്ങൾ ആവശ്യമായി വന്നേക്കാം. അവരുടെ ബന്ധങ്ങളിൽ നർമ്മവും കളിയും ആസ്വദിക്കുന്നു. പലപ്പോഴും അവരുടെ ഇടപെടലുകൾക്ക് ഒരു ലഘുവും രസകരവുമായ അന്തരീക്ഷം അവർ നൽകുന്നു. ഓം ദേവകി നന്ദനായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ കൃഷ്ണ പ്രചോദയാത് എന്ന ഗായത്രി മന്ത്രത്തെ നിത്യം ഇവർ ജപിക്കുന്നത് ജീവിതത്തിൽ വിജയം നേടുവാൻ സഹായിക്കും. എല്ലാ പുണർന്ന നക്ഷത്രത്തിലും ജനിച്ച സ്ത്രീകൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. 27 നക്ഷത്രക്കാരുടെയും അറിയേണ്ടതെല്ലാം എന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. 27 നക്ഷത്രക്കാരും കാണേണ്ട വീഡിയോ തന്നെയാണ് അത്. ഓരോ നക്ഷത്രക്കാരെ കുറിച്ചും ഇതുവരെ ആരും പറയാത്ത കഥകൾ എന്ന എന്റെ വീഡിയോ കാണുക. 2 ഭാഗങ്ങളിലായിട്ടാണ് ഓരോ നക്ഷത്രക്കാരെയും ഞാൻ വീഡിയോയിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് വിലപ്പെട്ട അറിവുകൾ നൽകും. വീഡിയോയുടെ ലിങ്ക് എന്റെ സ്ക്രീനിലും കാർഡ് രൂപത്തിലും കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിട്ടുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ കാണാവുന്നതാണ്. നിങ്ങളുടെ നക്ഷത്രത്തെ കൂടുതലായി അറിഞ്ഞിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളുമായി നമുക്ക് തുടർന്ന് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.